അസ്സലാമു എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ന് അടിപൊളി ഒരു ഹെയർ ഗ്രോത്തിനുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ്ങും ആകും, അതുപോലെ നല്ല ഹെയർ ഗ്രോത്തും വരും, ഡാൻഡ്രഫും മാറും, മുടി നല്ല തഴച്ച് വളരാനൊക്കെയുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിസ്സാര സംഭവമാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സംഭവമാണ്. അപ്പം ഞാനും മിക്കുമോനുമാണ് ഇന്ന് നമ്മുടെ ഹോം റെമഡി ചെയ്യുന്നത്. മിക്കുമോനെ, നമുക്ക് എന്നാ ചെയ്യേണ്ട മിക്കുമോനെ? മിക്കുമോൻ ഇങ്ങനെ എൻ്റെ ഷോളൊക്കെ കാണുമ്പോഴത്തേന് അതിനകത്തെ തിളക്കമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിപ്പറിച്ച് മിക്കുമോൻ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? നമ്മളിന്ന് എന്നാ മിക്കുമോനെ ചെയ്യുന്നേ? മിക്കുകൂട്ടാ മിക്കുക്കുട്ടനെ, നമ്മൾ എന്നാ ചെയ്യുന്നത് ഇന്ന്? പറഞ്ഞ എന്നാ ചെയ്യുന്നതെന്ന്? മിക്കുകൂട്ടൻ കണ്ടോ, ഉമ്മ തരുന്നുണ്ടോ മിക്കുകൂട്ടൻ? മിക്കുമോനും ഞാനും കൂടെ അടിപൊളി ഒരു ഹോം റെമഡിയാണ് ചെയ്യുന്നത്. എന്തിനുള്ള ഹോം റെമഡിയാണ് മിക്കുമോനെ? തലമുടിക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാകാനായിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ടും ഡാൻഡ്രഫിനും എല്ലാം ഉള്ള ഒരു ഹോം റെമഡിയാണ്. മുടി ഷൈനിങ് ആവാനായിട്ടും എല്ലാം ഒരു ഹോം റെമഡിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, അല്ലേ മിക്കുമോനെ? മിക്കുക്കുട്ടനെ അല്ലേ? ഞാൻ എൻ്റെ ഹെയർ എല്ലാം നേരത്തെ ചെയ്തതായിരുന്നു, ഈ ഹോം റെമഡി ചെയ്തതായിരുന്നു. അപ്പോൾ എൻ്റെ ഹെയർ ആണ് ഞാൻ ഫോട്ടോയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനം എന്താണെന്ന് അറിയണ്ടേ? നിസ്സാര സംഭവമാണ്. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തലേ ദിവസം നമ്മൾ കഞ്ഞി തിളച്ചിട്ട് ആ ഊറ്റിയെടുക്കുന്ന വെള്ളം നമ്മൾ എത്രയാണോ നമ്മുടെ തലയിൽ ആവശ്യമുള്ളത് അത്രയും കഞ്ഞിവെള്ളം എടുത്തു വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു കൈപ്പിടി ഉലുവയൂടെ ഇട്ട് വെക്കുക. അതായത് നമ്മൾ തലേ ദിവസം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം, അതായത് ഒരു 5 മണിക്ക് മുമ്പെങ്കിലും തലയിൽ ഇത് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പം നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കുക, കഞ്ഞിവെള്ളത്തിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അടച്ചു വെക്കുക. പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോൾ, അതായത് 4 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് നമ്മൾ ഒരു മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിക്കുക. അപ്പം മുട്ടയുടെ വെള്ളയും ഇതും കൂടെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. എന്നിട്ട് തലയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക, പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഷാമ്പു വാഷ് ചെയ്യണം. ഷാമ്പു വാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതിലൂടെ കണ്ടീഷണർ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ ശേഷം മുടി നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. നിങ്ങളത് റെഗുലറായിട്ട് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. മിക്കുമോൻ ഇപ്പം തന്നെ ഹോം റെമഡി കാണിക്കും കേട്ടോ. മിക്കുമോൻ ഇപ്പം ഈ കഞ്ഞിവെള്ളത്തിൽ ചാടാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. മിക്കുമോന് തലയിലെല്ലാം കഞ്ഞിവെള്ളം തേക്കണം. മിക്കുമോന് തല കഞ്ഞിവെള്ളം തേക്കണം മിക്കുമോനെ? മിക്കുമോൻ ഇപ്പം ഈ കഞ്ഞിവെള്ളത്തിൽ തേച്ചൊന്ന് കുളിച്ചാൽ കൊള്ളാവുന്നുണ്ട്. മിക്കുമോൻ പിന്നെ ഡെയിലി കുളിക്കും കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണുക, എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മിക്കുമോന് ലൈക്ക് കൊടുക്കാത്തവരൊക്കെ ഒരു ലൈക്ക് കൊടുക്കുക, അല്ലേ മിക്കുമോന് ലൈക്ക് കൊടുക്കാത്തവരൊക്കെ ലൈക്ക് കൊടുക്കണ്ടേ? അപ്പോൾ എൻ്റെ മിക്കുമോന് ലൈക്ക് കൊടുക്കാത്തവരൊക്കെ ഒരു ലൈക്ക് പ്രത്യേകം കൊടുക്കണം കേട്ടോ. മിക്കുമോനെ ഒരു ലൈക്ക് തരണമെന്ന് പറഞ്ഞേ. ലൈക്ക് മിക്കുമോനെ ഒരു ലൈക്കും തരണം, സബ്സ്ക്രൈബും തരണം, അല്ലേ മിക്കുമോനെ? അല്ലേ മിക്കുമോനെ ലൈക്കും ഒരു സബ്സ്ക്രൈബും പറഞ്ഞേ. മിക്കുമോനൊരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരണം. എല്ലാവരും എൻ്റെ മിക്കുമോൻ്റെ ലൈക്കും ഒരു സബ്സ്ക്രൈബും കൊടുക്കണം കേട്ടോ, മറക്കല്ലേ. അപ്പം എല്ലാവരും മിക്കുമോൻ ലൈക്ക് സബ്സ്ക്രൈബും തരും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഹോം റെമഡി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇതെൻ്റെ ആങ്ങളയുടെ കൊച്ചാണ്. അപ്പോൾ അവിടെ മുടിയിലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അവൾക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. നല്ല ഗ്രോത്ത് ഉണ്ട് മുടിക്ക്, ഡാൻഡ്രഫ് ഒന്നുമില്ല. ഇതുണ്ടോ തലയിൽ ഡാൻഡ്രഫ് ഒന്നും. അവൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ പായ്ക്കൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന ആളാണ്. കണ്ടോ, ഒരു ഡാൻഡ്രഫും ഇല്ല, തലയിൽ ഒരു പ്രശ്നവുമില്ല. കണ്ടോ, ഇത് ഉപയോഗിച്ച് പോകുന്നതുകൊണ്ട് നല്ല ഗ്രോത്ത് വരുന്നുണ്ട് അവിടെ മുടിക്ക്. അവൻ നേരത്തെ മുടി കുറവായിരുന്നു അവൾക്ക്, ഇപ്പം നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ പായ്ക്ക് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ, കഞ്ഞിവെള്ളമാണല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് കിടക്കും. നമ്മളിങ്ങനെ സ്കാൽപ്പിലോട്ട്
ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ടെയിൽ കോംബ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വകഞ്ഞെടുത്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വെറുതെ കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് തലയിൽ മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ വേണ്ട ഇവിടെ തലയിൽ ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും നല്ലതാണിത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുള്ളാണ്. ഡാൻഡ്രഫ് പോകാനായിട്ടും അതുപോലെ തന്നെ മുടി നല്ല ഗ്രോത്തായിട്ട് വളരാനായിട്ടും മുടി ഷൈനിങ് ആകാനായിട്ടും എല്ലാം നല്ലതാണിത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തന്നെത്താനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെത്താനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് മുടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കുക. നമുക്കിതുപോലെ ടെയിൽ കോംബ് വെച്ചിട്ട് മുടി നന്നായിട്ട് ചീവണം. നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുക. നമുക്കിതൊന്ന് കെട്ടിവെക്കാം. അപ്പം ഞാനിങ്ങനെ പൊക്കി ഇങ്ങനെ ഇത് കെട്ടിവെക്കുവാണ്. അപ്പം ഞാനിവിടെ ഇതുപോലെ തലമുടി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്യുക. അതായത് കഞ്ഞിവെള്ളമല്ല നന്നായിട്ട് കഴുകി കളയുക. അതിനുശേഷം നമ്മൾ ഏത് ഷാമ്പു ഉപയോഗിക്കുന്നത് ആ ഷാമ്പു ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തില്ല. ഒരുപാട് ഷാമ്പു ഉപയോഗിക്കരുത്. എന്നിട്ട് വാഷ് ചെയ്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കണ്ടീഷണർ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ തന്നെ ഷാമ്പുവിൻ്റെ കണ്ടീഷണർ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കും. ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് 1 മാസം അടുപ്പിച്ച് ചെയ്യുക. അതിനുശേഷം 1 മാസം കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ 1-2 ദിവസം ചെയ്തു പോവുക. അപ്പോൾ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും, നല്ല ഷൈനിങ്ങും ആയിരിക്കും മുടി കാണാനായിട്ട്. നല്ല റിസൾട്ടായിരിക്കും. ഡാൻഡ്രഫ് എല്ലാം കുറയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹോം റെമഡി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ഈ ഹെയറിനെ കുറിച്ചുള്ള ഹോം റെമഡി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ലൊരു ഹോം റെമഡി ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും താങ്ക് യു. മിക്കുമോനെ താങ്ക് യു കൊടുത്തേ. മിക്കുമോനെ എല്ലാവരും ടാറ്റ പറഞ്ഞേ.